ഹലോ ഗൈസ്, ഈ കാണുന്നതാണ് ലിലി ഫ്ലവർ കേട്ടോ. ഇതിനെ ഒരു ബൾബ് പാകി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വളർന്ന് ഇത്രയും വലുതായത്. ഒരുപാട് ഫ്ലവേഴ്സ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ ബൾബ് പാകി കഴിഞ്ഞ് ഇത് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് ചിക്കൻ മെനൂവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ കടയിൽ വാങ്ങാൻ കിട്ടും. നല്ലൊരു ഫീഡാണ് പ്ലാന്റ്സിന്. എന്തായിരുന്നാലും ശരി, ഇപ്രാവശ്യം ശരിക്കും നല്ല ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. ഇതൊരു പോട്ട് മാത്രമാണ്, ഞാനിപ്പോൾ ഇതിനെ പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ എവിടെയോ ലിലി ഫ്ലവർ താഴെ ഗ്രൗണ്ടിൽ വളർത്തുന്നത് കണ്ടിട്ട് ആഗ്രഹം തോന്നിയിട്ടാണ് ബൾബ് വാങ്ങി നട്ടത്. ഇനിയിപ്പോൾ ഇതിന്റെ വളർച്ച കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഇതിനെ വലിയൊരു ചട്ടിയിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്കിവിടെ സ്ലാബ്സ് ആയതുകൊണ്ട് ചട്ടിയിൽ മാത്രമേ വളർത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ നോട്ടീസ് ചെയ്തത് എന്താണെന്നറിയാമോ, ഇതിന്റെ ഈ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഇതിന്റെ ഈ ആന്തർ ഉണ്ടല്ലോ, ഇത് രണ്ടെണ്ണത്തില് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് ഇതിലൊരു പോളിനേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിഫറെന്റ് സൈസാണ്. ഇത് കണ്ടത് മനസ്സിലാവുമല്ലോ, ഇത് കാണുമ്പോഴേക്കും അല്ലെ. എന്നിട്ട് ഇതാണെങ്കിൽ നീണ്ടിരിക്കണം. അപ്പൊ ഇന്ന് രാവിലെ എന്റെ ക്യൂരിയോസിറ്റി ഇതായിരുന്നു, ഇത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഇതിനെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഒരു സയൻസ് സബ്ജക്റ്റ് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു നോക്കും. എന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിന്റെ ഈ ഒരു പോളൻ എടുത്തിട്ട്, ഇതിന്റെ സൈഡിൽ പോളൻ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഷ്ടമാതിരി ബീസ് ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ അതൊരു ഹാൻഡ് പോളിനേഷൻ ചെയ്യുവാണെങ്കിൽ, ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് പോളൻ പറ്റി ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കൊടുക്കണം. എന്താ സംഭവിക്കുക എന്നൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ ചെയ്തിട്ടുള്ളതൊരു കാര്യമാണ്. ഇത് വെയിറ്റിംഗ് ആണ്. ഇതിന്റെ എന്തെങ്കിലും ഒരു ഡിഫറൻസ്, ഇത് താഴെ പോയിട്ട് നേരെ ഇവിടുത്തെ ഈ ഓവറീസ് കണ്ടോ, താഴെ കാണുന്ന ഈ ഓവറീസ്, ഇവിടെ ഒരു ഓവറീസിൽ പോയിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഇന്നത്തെ ക്യൂരിയോസിറ്റി ഇതായിരുന്നു.